ശ്രീ എൻ പി ചെക്കുട്ടി, ഇവിടെ ഈ ഡ്രൈഡേ കുറച്ച കഥയും ഞാൻ വരാം ശിവശങ്കരൻ, ഡ്രൈഡേ കുറച്ച കാര്യവും ജയിലിനകത്ത് കിടന്നുകൊണ്ട് ഈ പറയുന്ന കുടിവെള്ള ടാങ്കർ എല്ലായിടവും എത്തിക്കേണ്ടതുണ്ട്, മലിനജല പ്രശ്നം പരിഹരിക്കേണ്ടതുണ്ട് എന്ന് കേജ്രിവാൾ പറഞ്ഞൊരു കാര്യത്തെ പരിഹസിക്കുന്നത് കണ്ടല്ലോ. ഇവിടെ ഇപ്പോൾ കർണാടക എന്ന് പറയുന്ന സംസ്ഥാനം സുപ്രീം കോടതിയിൽ പോയിരിക്കുകയാണ്. അങ്ങേക്ക് അറിയുന്നത് പോലെ 236 താലൂക്കുകളിൽ 223 ഇടത്തും വരൾച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 196 താലൂക്കുകളിൽ വരൾച്ചയും ജലക്ഷാമവും അതിരൂക്ഷമാണ്. ഈ ഖാരിഫ് വിളവെടുപ്പിനെ വരൾച്ച ബാധിച്ചിരിക്കുന്നു. 48 ലക്ഷം ഹെക്ടറിലെ കൃഷിനാശമാണ് ഉണ്ടായിരിക്കുന്നത്. 35,162 കോടിയുടെ നഷ്ടം. ദേശീയ ദുരന്ത നിവാരണ സമിതിയുടെ ആളുകളൊക്കെ അവിടെ പോവുകയുണ്ടായി. പക്ഷേ അട്ടത്ത് വെച്ചിരിക്കുകയാണ് റിപ്പോർട്ട്. മോദി എന്തായാലും ഒരു തരം തടവറയിലുമല്ല, ഒരു കസ്റ്റഡിയിലുമല്ല. പക്ഷെ കടലാസുകളൊന്നും നീങ്ങുന്നില്ല ഈ കാര്യത്തിൽ. അപ്പോൾ ഈ അങ്ങനെ ചെയ്യുന്നില്ല എന്ന് മാത്രവുമല്ല, ഇപ്പോഴാണ് ഈ ബാരിക്കേഡുകളൊക്കെ പൊളിച്ചു മാറ്റുന്നത്. കർഷകരെത്തില്ല എന്ന ഏതോ ഒരു തരം ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാരിക്കേഡുകളും മുള്ളാണികളും ഒക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി അതിൻ്റെ പിന്നറ രഹസ്യങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട്. ഒരു കാര്യം കൂടി, ഇവിടെ ഇപ്പോൾ ഈ വ്യക്തി എങ്ങനെയാണ് ഈ കടലാസ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് അതിൽ അക്ഷരങ്ങൾ എഴുതിയത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അച്ചടിച്ചത്, ആരുടെ കൈവശം കൊടുത്തുവിട്ടിരിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനാണ് ഇവർക്ക് വ്യഗ്രത. അല്ലാതെ ഈ പറയുന്ന കുടിവെള്ളക്ഷാമം രൂക്ഷമാണെങ്കിൽ അതിന് മതിയായ ടാങ്കർ ലോറികൾ അവിടെ എത്തിച്ച് വെള്ളം കൊടുക്കുക, മലിനജലവുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുക, അതിലല്ല താല്പര്യം. അപ്പോൾ ഇവർ ആരെയാണ് ഈ സബ്കാ പരിവാർ എന്ന് പറയുന്നത്, ശ്രീ ചെക്കുട്ടി? ഒന്നാമത്തെ കാര്യം, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ മര്യാദകൾ തങ്ങൾക്ക് ഒട്ടും ബാധകമല്ല എന്ന മട്ടിലാണ് അവർ പെരുമാറുന്നത്. യഥാർത്ഥത്തിൽ ഒരു കൊളോണിയൽ സർക്കാരാണ്. ഒരു ജനാധിപത്യ എലക്റ്റഡ് സർക്കാരിൻ്റെ ഒരു സ്വഭാവവും ഇന്നത്തെ ഇന്ത്യൻ ഗവൺമെൻറ് കാണിക്കുന്നില്ല. അവരൊരു തരത്തിൽ കൊളോണിയൽ അതോറിറ്റീസിൻ്റെ മാതിരി നമുക്ക് ദൈവദത്തമായിട്ടുള്ള എന്തോ അവകാശങ്ങളാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ളത്, ജനങ്ങളോട് ഞങ്ങൾ ഉത്തരവാദിത്വമില്ല എന്ന മട്ടിലുള്ള ഒരു പെരുമാറ്റമാണ് അവർ കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ്റെ കോഡ് ഓഫ് കണ്ടക്ട് ഈ രാജ്യത്ത് നടപ്പിലായി കഴിഞ്ഞു. ഈ സമയത്ത് സാധാരണ നിലയിൽ ഒരു ജനാധിപത്യ രാജ്യത്ത്, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തൊരിടത്തും രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയുടെ ഏറ്റവും പ്രമുഖ നേതാവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സമീപനം ഒരിക്കലും ഉണ്ടാവില്ല. അത് സംഭവിക്കാനിടയില്ലാത്തൊരു കാര്യമാണ്. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ പോലും നടത്താൻ അവർക്കൊരു മടിയില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, മറ്റൊരു സംസ്ഥാനത്തിൻ്റെ അധികാരമുള്ള ഒരു പാർട്ടിയുടെ നേതാവാണ്, ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവാണ്. ഇങ്ങനെയുള്ളൊരു രാഷ്ട്രീയ നേതാവിനെ പോലും അനാവശ്യമായിട്ട് ഒരു കാര്യവുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെയും അവരുടെ സർക്കാരിൻ്റെയും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനത്തിന് ഒന്നാന്തര ഉദാഹരണമാണ്. ഇതേ തരത്തിൽ നമുക്കിപ്പോൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്ന 75 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ അടച്ചുപൂട്ടിയ ഒരു സന്ദർഭമാണ്. അതിന് അന്ന് ജനങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തു. 77 തെരഞ്ഞെടുപ്പിൽ ഒരു ക്യാമ്പയിനും ഉണ്ടായിട്ടില്ല. ജയിലിൽ കിടന്നുകൊണ്ടാണ് മിക്കവാറും നേതാക്കളൊക്കെ തന്നെ ക്യാമ്പയിൻ ചെയ്തത്. അതേ തരത്തിൽ തിളക്കമാർന്ന വിജയവും നേടി. അല്ല, 77 അതേ അനുഭവം. അന്ന് ഇത്തരത്തിലുള്ള ഒരു സോഷ്യൽ മീഡിയയും TV ഒന്നുമില്ല. 77 ജനങ്ങളുടെ അനുഭവത്തിലൂടെ, കേട്ടറിവിൻ്റെ കണ്ടറിവിൻ്റെ പലതരത്തിലുള്ള അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ ഇൻറ്റ്യൂഷൻ വഴി ജനങ്ങൾ കൃത്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തി. ഇന്നതല്ല സ്ഥിതി. ഇന്നൊരു ഓപ്പൺ സൊസൈറ്റിയാണ് ഇന്ത്യ. ഈ രാജ്യത്ത് ഇങ്ങനെ പെരുമാറാൻ ഒരു ഭരണകക്ഷിക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തൊന്നുമല്ല ജീവിക്കുന്നത്, അവർ ഏതോ ഒരു മായിക സ്വർഗത്തിലാണ് ജീവിക്കുന്നത്, അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് ഞാൻ പറയാം. പക്ഷെ അതുകൊണ്ട് മാത്രം ഇവർക്ക് ഈ പ്രതിപക്ഷത്തെ കൂട്ടാൻ കഴിയില്ല. ഇപ്പോൾ ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദി ഈ കേജ്രിവാളിയെ പൂട്ടിയത്? എന്ത് പൂട്ടി? ഒരു പൂട്ടും ഉണ്ടായിട്ടില്ല. അദ്ദേഹം വളരെ ഓപ്പണായിട്ട് പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സർക്കാരിൻ്റെ ഒരു പ്രവർത്തനവും തടയാൻ അവർക്ക് പറ്റിയിട്ടില്ല. ഡൽഹി പറയുന്ന നഗരത്തിൽ, ഡൽഹിയിൽ മാത്രമല്ല ബാംഗ്ലൂരും അതിശക്തമായിട്ടുള്ള കടുത്ത വെള്ളത്തിൻ്റെ ക്ഷാമമുണ്ട്. അതിൽ നടപടിയെടുക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. എങ്ങനെ ആവശ്യപ്പെട്ടു? ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ, അല്ലെങ്കിൽ വെറുതെ വിളിച്ച് പറഞ്ഞാൽ പോരെ? അതൊന്നും രേഖയിൽ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി അത് എവിടെ ഏത് കടലാസിൽ അടിച്ചടിച്ചു, എങ്ങനെ ടൈപ്പ് ചെയ്തു, എങ്ങനെ സീലടിച്ചു, അത് പോയി അന്വേഷിക്കട്ടെ. ഇഷ്ടംപോലെ പ്യൂണും അതുപോലെ ചപ്രാസികളും ഒക്കെ ഉണ്ടല്ലോ ഇവർക്ക്, പോലീസ് ണ്ട്. അതൊക്കെ ഇതൊന്നൊരു വിഷയമല്ല. യഥാർത്ഥത്തിൽ അവരുടെ ജനവിരുദ്ധമായ സ്വഭാവം, അവരുടെ ജനാധിപത്യ വിരുദ്ധമായ സ്വഭാവം വളരെ എവിഡന്റ് ആണ്. ഇപ്പോ ഈ
ആം ആദ്മി പാർട്ടി എന്തായാലും ഈ പറയുന്ന ED പേടിച്ച്, CBI പേടിച്ച്, IT പേടിച്ച് BJP ആകുന്നില്ല. അത് നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമാണല്ലോ. അപ്പോൾ ഈ രൂപത്തിലുള്ള ആക്രമണമാണ് നടത്തുന്നത്. ഇപ്പോൾ അടുത്തതായി പറയുന്നത് ഇതേ മദ്യനയത്തെ ചുവടുപിടിച്ചാണ് പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ അന്വേഷണം വേണമെന്ന് BJP ഒരു കടലാസുമായി പരാതി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഫെഡറൽ സംവിധാനത്തിൽ ഏതൊക്കെ തരത്തിലുള്ള ഭരണ അട്ടിമറികൾ നടത്താം, ഇത് മാത്രമാണോ ഇവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അത് കഴിഞ്ഞ കുറേ കാലങ്ങൾ ഇത് മാത്രമേ അവർ ചെയ്യുന്നുള്ളൂ. അവർ ഗവർണർമാരെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? ഗവർണർമാരെ ചപ്രാസികളെ പോലെയാണ് ഈ ആഭ്യന്തര വകുപ്പ് ജിബ്രാൻ. ഞാൻ തമിഴ്നാട്ടിൽ പൊന്മുടി എന്ന മന്ത്രി, ആ മന്ത്രിയെ രണ്ടാമത് അദ്ദേഹത്തിന് സുപ്രീം കോടതി അദ്ദേഹത്തിന് സ്റ്റേ കൊടുത്തതാണ്. അദ്ദേഹത്തിന് വീണ്ടും മന്ത്രിയാക്കുമ്പോൾ അവിടുത്തെ ഗവർണർക്ക് അത് പറ്റില്ല. ഇപ്പം എന്തുണ്ടായി? സുപ്രീം കോടതി എന്ത് പറഞ്ഞു? തരത്തിൽ ഓരോ സ്ഥലത്തുനിന്നും ചവിട്ട് ഏറ്റു വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മറ്റേ കേസിൽ ഇവരുടെ ഈ കാശ് വാങ്ങുന്ന പരിപാടി ഉണ്ടല്ലോ, ബോണ്ട് പരിപാടിയിൽ സുപ്രീം കോടതി എന്ത് നിലപാടെടുത്തു? ഇതിലൊക്കെ തന്നെ BJPയുടെ ഏകപക്ഷീയമായ നിലപാട്. പക്ഷേ അപ്പോഴും ശ്രീ NP ചെക്കുട്ടി, ഈ ഖാൻ വിൽക്കർ ആണ് ഈ പറയുന്ന PMLA-യുമായി ബന്ധപ്പെട്ട ഏറ്റവും കിരാതമെന്ന് പറയാവുന്ന വ്യവസ്ഥകൾ അടങ്ങിയ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെട്ടപ്പോൾ അംഗീകരിച്ച ബെഞ്ചിന്റെ തലവനായിരുന്നത്. ആ വ്യക്തി ഇപ്പോൾ ലോക്പാലിലാണ്. ഈ ലോക്പാലാണ് മഹുവ മൊയ്ത്രയുമായി ബന്ധപ്പെട്ട ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് പോകൂ എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മഹുവ മൊയ്ത്രയുടെ വീട്ടിൽ രാപകൽ CBIയുടെ റെയ്ഡ് നടക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്താണ് ചെയ്യേണ്ടത്? തുല്യമായി എല്ലാവർക്കും ഈ ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാനുള്ള അവസരം കൊടുക്കുക എന്നതല്ലേ? അതിന് പകരം ഒരു നേതാവിനെ പിടിച്ചകത്തിടുക, അങ്ങനെ ആപ്പിനെ നിർവീര്യമാക്കാൻ നോക്കുക, ഒരു സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ പോയി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ വീട്ടിൽ റെയ്ഡ് നടത്തുക, അവരെ ഒരു കുറ്റവാളിയായി ചിത്രീകരിക്കുക, അവരുടെ ആത്മവിശ്വാസം തകർക്കുക, ഇതൊക്കെ എങ്ങനെയാണ് പിന്നെ തുല്യാവസരം ഉറപ്പുവരുത്തുന്ന ഒരു ജനാധിപത്യ പ്രക്രിയ നടക്കുക എന്ന് വോട്ടർമാർക്കൊരു വിശ്വാസം നൽകുന്നത്? അപ്പോൾ ഇതിൽ എല്ലാ ഘടകങ്ങളും പങ്കാളികളായിരിക്കുന്നു. അങ്ങീ പറയുന്ന ഈ RN രവിയുടെ നേർക്ക് രോഷാകുലമായി സുപ്രീം കോടതി എന്ന് പറയുന്നതിലോ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യത്തിൽ ഒരു വിധി പ്രസ്താവിച്ചു എന്ന് പറയുന്നതിലോ മാത്രമായി പരിഹരിക്കപ്പെടുന്നില്ല ഈ ഫെഡറൽ സംവിധാനവും ജനാധിപത്യ സംവിധാനവും ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളി. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ലോകരംഗത്ത് നിന്ന് അറിയപ്പെടുന്നതേ ഇല്ല. ഇന്ത്യയുടെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ്സ്, ഡെമോക്രാറ്റിക് പ്രോബിറ്റിയുടെ കാര്യത്തിലായാലും ശരി, മീഡിയ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ശരി, മറ്റു തരത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങളുടെ കാര്യത്തിലായാലും ശരി, പൗരാവകാശങ്ങളുടെ കാര്യത്തിലായാലും ശരി, ഇതിലൊക്കെ തന്നെ ഇന്ത്യയുടെ റേറ്റിംഗ് ഈസ് ഗോയിങ് ഡൗൺ ആൻഡ് ഡൗൺ ആൻഡ് ഡൗൺ. ഇതൊരു വസ്തുതയാണ്. നമ്മളിത് മറച്ചു വെക്കാൻ കഴിയാത്ത വിധം ഇന്ത്യ ഒരു ബനാന റിപ്പബ്ലിക് പോലെയാണ് ഭരിക്കപ്പെടുന്നത്. ഇന്ത്യ ഇന്ന് വേണമെങ്കിൽ പാകിസ്ഥാനുമായിട്ടാണ് മത്സരിക്കുന്നത്. ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ പാകിസ്ഥാനുമായിട്ട് മത്സരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കാരൻ തലകുനിച്ച് നിൽക്കും. പക്ഷേ ഇന്ത്യയിലെ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇത് മനസ്സിലാക്കാനുള്ള ശേഷി ഇന്ത്യയിലെ ജനങ്ങൾക്കുണ്ട് ഞാൻ കരുതുന്നത്. കാരണം ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെല്ലാ കാലത്തും അമിതമായിട്ടുള്ള വലിയ ജാടകളൊന്നും കാണിക്കാറില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ അവരെ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് കൈകാര്യം ചെയ്യാനുള്ള ശേഷി ഇന്ത്യ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദിയുടെയും ഈ അമിത്ഷായുടെ ഒരു പ്രശ്നം, അവർക്ക് ഇന്ത്യൻ ഹിസ്റ്ററി അറിയില്ല. അവർക്ക് ഹിസ്റ്ററി എന്ന് പറയുന്ന സംഗതി അവർക്കറിയില്ല. അവർക്കറിയാം നോട്ടെണ്ണാൻ അറിയാം, അവർക്ക് നോട്ടെണ്ണാൻ അറിയാം, അതൊക്കെ അറിയുന്നുണ്ടാവും. പക്ഷേ അവർക്ക് അറിഞ്ഞുകൂടാത്തത് ചരിത്രമാണ്. അവർ ആ ചരിത്രം പഠിക്കണം, ഇന്ത്യയുടെ ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ജനങ്ങൾ ഒരിക്കലും ഇത്തരത്തിൽ ഏകാധിപത്യമായ അഹങ്കാരഭരിതമായ സമീപനങ്ങളെ അംഗീകരിക്കില്ല എന്നുള്ളത് ജനങ്ങൾ അവർ മനസ്സിലാക്കണം.